1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് സർദാർ ഉദ്ധം സിംഗ് മൈക്കൽ ഒഡയറെ വെടിവെച്ചു കൊന്നത്. ഇതൊരു വെറും പ്രതികാര കഥയായിട്ടാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും കൊലപാതകത്തിന് 4 വർഷം മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഉദ്ധം സിംഗിന്റെ ഓരോ ചുവടുവെപ്പും നിരീക്ഷിച്ചിരുന്നുവെന്ന് ആർക്കൈവ് രേഖകൾ വ്യക്തമാക്കുന്നു. എന്നിട്ടും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇവിടെയാണ് പിഴച്ചത്. 1997 ബ്രിട്ടീഷ് ആർക്കൈവുകളിൽ നിന്ന് പുറത്തുവിട്ട രഹസ്യരേഖകളും ഡോക്ടർ നവ്തേജ് സിംഗിന്റെ പുസ്തകവും വെളിപ്പെടുത്തുന്നത് 1936 മുതൽ ഉദ്ധം സിംഗിന്റെ പേര് ഇന്റലിജൻസ് റെക്കോർഡുകളിൽ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു എന്നാണ്. അദ്ദേഹം യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വിചിത്രവും നിഗൂഢവുമാണ് എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചിരുന്നു. ഉദ്ധം സിംഗ് അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രാഡിൽ എത്തിയപ്പോൾ ബ്രിട്ടീഷ് ഏജൻസിയായ MI5 ജാഗരൂകരായി. കാരണം 1930കളിൽ സോവിയറ്റ് ബന്ധമെന്നാൽ ബ്രിട്ടീഷുകാർക്ക് അത് വിപ്ലവത്തിന്റെ സൂചനയായിരുന്നു. ഈ ഉദ്ധം സിംഗ് യഥാർത്ഥത്തിൽ 1927 ഇന്ത്യയിൽ വെച്ച് 25 ആയുധങ്ങളുമായും ഗദ്ദർ പാർട്ടിയുടെ വിപ്ലവ സാഹിത്യങ്ങളുമായും അറസ്റ്റിലാവുകയും 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത അതേ ഉദ്ധം സിംഗ് ആണെന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. 1938 ലണ്ടനിലെ ചർച്ച് ലൈനിലുള്ള അദ്ദേഹത്തിന്റെ രഹസ്യത്താവളം ബ്രിട്ടീഷുകാർ കണ്ടെത്തി. അദ്ദേഹം ഒരു യൂറോപ്യൻ സ്ത്രീയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും ചിലവുകൾക്കായി ലണ്ടൻ ഫിലിം സ്റ്റുഡിയോകളിൽ സിനിമകളിൽ ആൾക്കൂട്ടത്തിനിടയിലെ ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയാണെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ വശത്തു നിന്നും നിരീക്ഷണ വലയത്തിലായിരുന്നു. 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ബ്രിട്ടന്റെ ശ്രദ്ധ ഹിറ്റ്ലറിലേക്ക് തിരിഞ്ഞു. ഈ കാലഘട്ടം ഉദ്ധം സിംഗിന് അനുകൂലമായി മാറി. ബ്രിട്ടീഷ് നിരീക്ഷണത്തിലുണ്ടായ ഈ അയവ് മുതലെടുത്ത് 4 വർഷത്തെ കർശനമായ നിരീക്ഷണങ്ങളെ പരാജയപ്പെടുത്തി ഉദ്ധം സിംഗ് തന്റെ പ്രതിജ്ഞ നിറവേറ്റി. 1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ പ്രസംഗിക്കാനായി മൈക്കൽ ഒഡയർ വേദിയിലേക്ക് വന്നപ്പോൾ ഒരു കട്ടിയുള്ള പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച തോക്ക് പുറത്തെടുത്ത് ഉദ്ധം സിംഗ് വെടിയുതിർത്തു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ജനറൽ ഡയറിന് അനുമതി നൽകിയ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു ഈ ഒഡയർ. പ്രതികാരം പൂർത്തിയായി. വെടിയുണ്ടകളേറ്റ് ഒഡയർ മരിച്ചു വീണതോടെ 21 വർഷം നീണ്ട ആ പക പൂർത്തിയായി. ഉദ്ധം സിംഗ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ശാന്തനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇതൊരു കുറ്റകൃത്യമായിരുന്നില്ല, മറിച്ച് ജാലിയൻ വാലാബാഗിലെ ക്രൂരതയ്ക്കുള്ള അർഹമായ മറുപടിയായിരുന്നു. 1940 ജൂലൈ 31 ഫെൻഡൻവില്ലെ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഉദ്ധം സിംഗിന്റെ കഥ വെറും പ്രതികാരത്തിൻ്റെതല്ല. ആ വെടിയൊച്ചകൾ ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ ഒരു പോരാളി നേടിയ വിജയത്തിന്റെ ശബ്ദമായിരുന്നു.